ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോഴത്തെ നിലയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ വേസ്റ്റാണ്. പ്ലാസ്റ്റിക്സ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ബ്രോഡായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഈ വിഷയത്തിൽ ഏറ്റവും ചെറിയത് എന്ന് നമുക്ക് പറയാം, എന്നാൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളൊരു വിഷയമാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ തണലിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടോം ജോയ്. ടോം നമ്മളുടെ ഒരു പ്രോഗ്രാം ഓഫീസറാണ്. അപ്പൊ അദ്ദേഹമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്ന പ്ലാസ്റ്റിക് ലിറ്റർ സ്റ്റഡി, അതേപോലെ ബ്രാൻഡ് ഓഡിറ്റ്, ഇങ്ങനത്തെ ഒരു റിസർച്ച് ആക്ടിവിറ്റീസിന് തണലിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ ആണ് നമുക്ക് ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ വി ഓൾ വെൽക്കം ഓൾ ഓഫ് യു, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വെബിനാറിലേക്ക്. വളരെ ഔപചാരികമല്ല, തണലിന്റെ എല്ലാ പരിപാടികളും പോലെ തന്നെ ഇത് വളരെ ഔപചാരികമല്ലാത്ത, എന്നാൽ ഒരു എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു വെബിനാർ ആവട്ടെ. വിഷയം കുറച്ച് പ്രശ്നമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം പേടിയോടെ കാണുന്ന ഒരു വിഷയമാണ്. ടോം കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ഈ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം പഠിച്ച കുറേ കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊരു വലിയ റിസർച്ച് പേപ്പറോ ഒന്നുമല്ല. അദ്ദേഹത്തിന് അറിയുന്ന കുറേ കാര്യങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണോ? ഒരു 5 മിനിറ്റ് കുറച്ചുകൂടി ആളുകളെ വെയിറ്റ് ചെയ്യണോ? എന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്കിവിടെ തണലിനെ വളരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആളുകളും കൂടി വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉമ്മൻ സാർ ഉണ്ട്, ശ്രീധർ സാർ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ തണലിൽ സീറോ വേസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ള പ്രോഗ്രാം നയിക്കുന്ന രാജുവും ഉണ്ട്. അപ്പോൾ ഇവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഇതിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമയം കളയണ്ടാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് കുറച്ച് പേരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. സമയം ഞാൻ ടോമിന് എല്ലാവരും ഒരു കാര്യം എല്ലാവരോടും ഒന്ന് പറയട്ടെ. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. എല്ലാവർക്കും സ്വയം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ടോമിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം എല്ലാവർക്കും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അതൊരു ഡിസ്കഷനുള്ള ഒരു ഫോറമായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ടോമിനെയും സ്വാഗതം ചെയ്യാണ് ഈ ഒരു വെബിനാറിൽ പ്രസന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടോമിന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ്. ഞാൻ പറഞ്ഞു കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ലോക ശ്രദ്ധ ആർജിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നൊരു വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്ലാസ്റ്റിക്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങാം. അപ്പം നമ്മൾ 1907 നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് 1950-കളിലാണ്. പോളിമറൈസേഷൻ അല്ലെ പോളി കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ പ്രധാനമായും 80% പ്ലാസ്റ്റിക് പ്രൊഡക്ഷനും നടക്കുന്നത് ക്രൂഡ് ഓയിൽ വഴിയാണ്. ക്രൂഡ് ഓയിൽ എടുത്ത് അത് ഈ പോളിമറൈസേഷൻ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നത്. 2018 359 മില്യൺ മെട്രിക് ടൺ പ്ലാസ്റ്റിക് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 9.5 മില്യൺ മെട്രിക് ടണ്ണ് നമ്മുടെ സമുദ്രത്തിലേക്ക് ഓരോ വർഷവും എത്തിത്തരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കറിയാം ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് കാലം ഇത് ഭൂമിയിൽ കിടക്കും എന്നുള്ളതാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. 1000 കണക്കിന് കൊല്ലങ്ങൾ കിടക്കാൻ പ്ലാസ്റ്റിക്കിന് സാധിക്കും. മാത്രമല്ല ഇതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇതിനെ വാട്ടർ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കെമിക്കൽസ് ഇതിലുണ്ട്. അപ്പോൾ
ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ വർഷവും ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക്കിന്റെ കണക്കാണ്. അപ്പോൾ പറയപ്പെടുന്നത് നമ്മൾ 1950 മുതൽ 2000 വരെ പ്രൊഡ്യൂസ് ചെയ്ത അത്രയും പ്ലാസ്റ്റിക് കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് 2050 ആകുമ്പോഴേക്കും ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഇരട്ടിയോളം അല്ലെ 2 ഇരട്ടിയോളം ആവും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമുക്കൊരു ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്ലാസ്റ്റിക്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്തേക്കുന്നുള്ളൊരു ഗ്രാഫാണിത്. നമുക്ക് അറിയാം, വളരെ ചുരുങ്ങിയ ഒരു ഭാഗം, ആ പച്ച കളറിൽ കണ്ടിരിക്കുന്ന റീസൈക്കിൾ എന്ന് എഴുതിക്കുന്ന അത്ര ചുരുങ്ങിയ ഒരു ഭാഗം മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെട്ടുള്ളൂ. അതായത് ഈ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തതിൽ 9% മാത്രമാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. റീസൈക്കിൾ എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ്. കാരണം പ്ലാസ്റ്റിക് ബാക്കി ഗ്ലാസ് പോലെ മെറ്റൽ പോലെ ഒന്നുമല്ല, നമുക്ക് അതുപോലെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റില്ല, ഡൗൺ സൈക്കിൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ റീസൈക്കിൾ ചെയ്യുന്ന വാക്ക് തന്നെ തെറ്റാണ്. പിന്നെ ഇൻസിനറേഷൻ, ബാക്കിയുള്ള ആ റെഡ് കളറിൽ കാണുന്ന അത്രയും പോർഷൻ നമ്മൾ കത്തിച്ച് കളഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്സ് ആണ്. ഈ ഒരു സിംഹഭാഗം വരുന്ന ഒരു ആഷ് കളറിൽ കിടക്കുന്ന ആ ഗ്രേ കളറിൽ കിടക്കുന്ന അത്രയും ഭാഗവും നമ്മൾ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ല ഡംപ് ചെയ്തേക്കുന്ന അല്ല നമ്മുടെ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്ന കടലിലുള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇത്രയും. അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, അതായത് ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇത്രയും പ്ലാസ്റ്റിക്സും ഡിസ്കാർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം പ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്രോ പ്ലാസ്റ്റിക്സിലേക്ക് പോവുകയാണ്. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 1 നാനോമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെ സൈസുള്ള പ്ലാസ്റ്റിക് പീസസ് ആണ് മൈക്രോ പ്ലാസ്റ്റിക്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 9.5 മില്യൺ മെട്രിക് ടൺ നമ്മുടെ കടലിലേക്ക് ഓരോ വർഷവും പോകുന്നുണ്ടെന്ന്. അതിൽ 15 തൊട്ട് 31% വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലും നമ്മുടെ ഡ്രസ്സിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിലുള്ള ഉപയോഗിക്കുന്ന ടയറിൽ നിന്നുള്ളതായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് കൂടുതലും നമ്മുടെ സമുദ്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സിനെ 2ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ്, അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ ടൂത്ത് പേസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷിലേക്കുള്ള അതിന്റെ ഒരു ടെക്സ്ചർ കിട്ടാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം അതിനില്ല. അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക, ഒരു ടെക്സ്ചർ കിട്ടുക എന്നുള്ള ഉപയോഗത്തോടെ മാത്രം ഉദ്ദേശത്തോടെ മാത്രം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ സൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് ആണ് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന മിനറൽ വാട്ടറോ അല്ലെങ്കിൽ ക്യാരി ബാഗോ ഇതൊക്കെ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ടോ അല്ലെ നമ്മുടെ തിരമാലകളുടെ ചലനങ്ങൾ കൊണ്ടോ കാറ്റ് കൊണ്ടോ ഒക്കെ ചെറിയ പീസസ് ആയിട്ട് പൊടിഞ്ഞു പോകും. അതാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് കണ്ടു, നമ്മൾ മാനേജ് ചെയ്യപ്പെടാതെ പോയിരിക്കുന്ന ഒരു വലിയ ഭാഗം പ്ലാസ്റ്റിക്സ്, അതൊക്കെ ഇപ്പോൾ ഒന്നെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി കാണും അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്സിലേക്കുള്ള ഒരു വഴിയിലാണ് അതൊക്കെ ഇപ്പൊ തന്നെ. അപ്പം നമ്മൾ ഈ സ്ലൈഡ് നോക്കിയാൽ കാണാം സമുദ്രത്തിലോട്ടുള്ള ഇപ്പം കൂടുതൽ ശ്രദ്ധ സമുദ്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഒരു ഏരിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതിൽ ഓരോന്നിലും കാണാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിലേക്ക് എത്തുന്നുള്ളത്. അപ്പോൾ ഒരു കൂടുതൽ ഭാഗവും നമ്മുടെ ശ്രദ്ധിച്ചറിയും 35% കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ തുണി, നമ്മുടെ സിന്തറ്റിക് ഫൈബർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തുണികളിലൊക്കെ, അത് ആണ് 35%. തൊട്ട് താഴെ വരുന്ന ടയറാണ്. എനിക്കൊരു പുതിയ അറിവായിരുന്നു, നമ്മളൊക്കെ ഓരോരുത്തരും വണ്ടി ഓടിക്കുമ്പോൾ ടയറിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. മറ്റൊരു ഭാഗം വരുന്നത് സിറ്റി ഡസ്റ്റ് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്, അത് കാറ്റ് കൊണ്ടുപോയി കടലിൽ തള്ളുന്ന ഒരു സംഭവമാണത്. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഏതൊക്കെ കോണ്ടിനെന്റ്സ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഏതൊക്കെ അളവിലാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് സമുദ്രത്തിലേക്ക് എത്തുന്നുള്ളൂ അത് ആണ് നോക്കും. നമുക്ക് ആ ഡാർക്ക് ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന കളർ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇന്ത്യ അല്ലെ സൗത്ത് ഏഷ്യ ഈ ഭാഗങ്ങളിൽ നിന്നാണ് 15.9% മൈക്രോ പ്ലാസ്റ്റിക്സും നമ്മുടെ തുണികളിൽ നിന്ന് പോകുന്നതാണ്. നോർത്ത് അമേരിക്കയിൽ നിന്നാണ് ടയറിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ. അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ടയർ ഒരു പുതിയ അറിവാണ്. അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഡ്രസ്സിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മുൻപ് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ടയറിലുള്ള കാര്യം ഒരു പുതിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ ടയർ സിന്തറ്റിക് റബ്ബറാണ് 24%. ഒരു ടയർ അതിൻ്റെ ലൈഫ് ടൈമിൽ 4 കിലോ വരെ കുറയും. അതായത് അത്രയും
പ്ലാസ്റ്റിക്സ് നമ്മൾ തള്ളിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ റോഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവും. മാത്രമല്ല ഇതൊരു മഴ പെയ്യുമ്പോഴോ ഒക്കെ ഇതൊഴുകി നമ്മുടെ ജലാശയങ്ങളിലേക്കും അതുവഴി കടലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ 28% ഓഷനിലായിട്ട് ചെല്ലുന്നത് നമ്മൾ ഇന്നത്തെ തൊട്ട് മുമ്പത്തെ ഗ്രാഫിലും കണ്ടു. മൈക്രോ പ്ലാസ്റ്റിക്സും നമ്മുടെ ടയറിൽ നിന്ന് വരുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതെല്ലാം കടലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കടലിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പോകുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് എല്ലാ മീനുകളും കഴിക്കുന്ന അവരുടെ ഇരകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സൈസാണത്. അതിനാൽ തന്നെ സമുദ്രത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ജീവികളും നിലവിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. മാത്രമല്ല ഇപ്പം ഈ ഒരു 5% സമുദ്രം എടുത്ത് നോക്കിയാൽ സമുദ്ര പ്രതലത്തിൽ ഒരു 5% മൈക്രോ പ്ലാസ്റ്റിക്സ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി 95% താഴേക്ക് പോയി ഡെൻസിറ്റി അനുസരിച്ച് ഓരോ കടലിലെ ഓരോ ലെയറിലെ ഡെൻസിറ്റി അനുസരിച്ച് പ്ലാസ്റ്റിക്സ് കിടപ്പുണ്ട്. അപ്പം 95% പ്ലാസ്റ്റിക്സും കടലിന്റെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത്. ഇപ്പം ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിക്കുമ്പോൾ ഇത് ഞങ്ങൾ ശക്തികുളങ്ങര എന്ന് പറഞ്ഞ ഹാർബർ ഉണ്ട് കൊല്ലത്ത്. അപ്പോൾ അവിടെ ബ്രാൻഡ് ഓഡിറ്റ് ചെയ്യാൻ പോയി. അവിടുത്തെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ വലയിൽ കൊടുക്കുന്ന പ്ലാസ്റ്റിക്സ് തിരിച്ചെടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പം ഞങ്ങൾ ആ പ്ലാസ്റ്റിക്സ് എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് നമ്മൾ ബ്രാൻഡുകൾ നോക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ നമുക്ക് ഞങ്ങളെടുത്ത ഫോട്ടോയാണ്. അതിൽ പ്ലാസ്റ്റിക്കിൽ വളർന്നിരിക്കുന്ന എന്തൊക്കെയോ ജീവികൾ. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക്സ് ആവാം, ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചതാകാം, ഞാൻ ഉപയോഗിച്ചതാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൽ വളരേണ്ട സാധനങ്ങളല്ല. ഇത് കടലിൽ വേറൊരു സിസ്റ്റത്തിൽ വളരേണ്ട ഒരു സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ബാലൻസ് തെറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക്സ് നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ കരയിൽ നിന്ന് ഉള്ള കെമിക്കൽസും കൂടെ ഇത് അബ്സോർബ് ചെയ്യും. ഈ പ്ലാസ്റ്റിക് അബ്സോർബ് ചെയ്തിട്ട് ഇത് കടലിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ കെമിക്കൽസ് ലീച്ചിങ് ഉണ്ടാവുകയും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ലീച്ചിങ് ഉണ്ടാവുകയും കടലിലെ ജീവികളെയും സസ്യജാലങ്ങളെയൊക്കെ അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മറൈൻ ആനിമൽസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കടൽ പക്ഷികളെ എടുത്തു കഴിഞ്ഞാൽ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിലേക്ക് ചെല്ലാത്ത ഒരു പക്ഷികൾ പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ പ്ലാസ്റ്റിക്സ് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ മീനിന്റെ ലിവറിൽ നിന്നൊക്കെ നമ്മൾക്ക് പ്ലാസ്റ്റിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്സ് ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് അത് ദഹിക്കാതാവുകയും പിന്നെ വിശപ്പില്ലാതെ വരും. അപ്പോൾ അവരുടെ എനർജി റിസർവ് കുറയുന്നു. പിന്നെ അവർ നീന്തുന്നതിനുള്ള രീതി മാറുന്നു, ബ്രീഡിങ്ങിലുള്ള രീതി മാറുന്നു. അവർക്ക് വിശപ്പില്ല, അപ്പോൾ കഴിക്കാതെ അൾട്ടിമേറ്റായിട്ട് ഇവരെ മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങുന്ന ഒരു രീതിയിലോട്ടൊക്കെ ഇതെത്തുന്നുണ്ട്. ഇപ്പം നമ്മളൊരു തിമിംഗലത്തെ എടുക്കുകയാണെങ്കിൽ ഒരു സമയം വെള്ളം കുടിക്കുമ്പോൾ ഒരു 70,000 ലിറ്ററൊക്കെ ഒരുമിച്ച് കുടിക്കാറുണ്ട്. അപ്പം ഒരുപാട് പ്ലാസ്റ്റിക്സ് ആ സമയത്ത് അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ മാത്രമല്ല, ഇപ്പം ചെറിയൊരു ജീവി ഒരു പ്ലാസ്റ്റിക്സ് കഴിച്ചു, അപ്പം അതിനെ കഴിക്കുന്ന ഒരു മത്സ്യവും ഈ പ്ലാസ്റ്റിക് കഴിക്കുന്നുണ്ട്. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ ഓഷ്യൻ കറൻസ് ഉള്ളതിനാൽ ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചല്ലോ, അതിൽ വളർന്നിരിക്കുന്ന കുറച്ച് ജീവജാലങ്ങൾ. ഇത് ലോകത്തിന്റെ പല സമുദ്രത്തിലുള്ള പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് അവിടെ നിന്നുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പല ജീവജാലങ്ങളും ഇവിടെ എത്തുകയും ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ അതിനോട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു സംഭവ വികാസം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൊരു സ്ഥിതിക്ക് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് സേഫ് ആണോ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മീൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിലെ സൈസിലുള്ള ഡെയിലി മീൻ കഴിക്കുന്നവർ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ സൈസിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഒരു മാസം കഴിക്കുന്നതെന്നാണ് പറയുന്നത്. സീമഫാറെ കൊച്ചി നടത്തിയ പഠനമനുസരിച്ച് അതൊരു 2 വർഷം മുമ്പ് നടത്തിയ പഠനമനുസരിച്ച് മത്തി, അയല, നെത്തോലി ഈ 3 മത്സ്യങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തിയിട്ടുണ്ട്. പോളിയെത്തിലിനാണ് കണ്ടെത്തിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മത്സ്യങ്ങൾ കഴിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്ലാസ്റ്റിക്സ് ഉള്ളിലോട്ട് എടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കും, ഞങ്ങൾ ഇപ്പം ഇതിനകത്ത് നോൺ വെജ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കും
ഞങ്ങൾ മത്സ്യങ്ങളെ കഴിക്കുന്നില്ലല്ലോ, അപ്പം ഞങ്ങൾ സേഫ് ആണല്ലോ. അപ്പം ആരും സേഫ് അല്ല. കാരണം ഫ്രാൻസിൽ നടന്നൊരു പഠനം, അവർ കുറച്ച് സയൻറ്റിസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി ആപ്പിള്, ക്യാരറ്റ്, പല പല സാധനങ്ങളും വാങ്ങിച്ച് അതിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടോ എന്നുള്ള പഠനം നടത്തി നമുക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിൽ ആപ്പിളിലും ക്യാരറ്റിലും ഒക്കെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആപ്പിളിലും ക്യാരറ്റിലുമായിരുന്നു. അപ്പോൾ തൊട്ട് താഴെ കൊടുത്ത് 2 ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാം നമ്മുടെ സസ്യങ്ങൾ വേരിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്സ് അബ്സോർബ് ചെയ്യുന്നുള്ള പഠനങ്ങൾ. പണ്ട് ഇത് നമ്മൾ ചിന്തിക്കാത്ത പോലും കാര്യം, അതിൽ സയൻറ്റിസ്റ്റ് ഒക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് അബ്സോർബ് ചെയ്യുന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, നമ്മൾ 39 സാമ്പിൾസ് പരിശോധിച്ചു. സോൾട്ട്, ഉപ്പ്, നമ്മൾ 39 ഉപ്പിന്റെ സാമ്പിൾസ് പരിശോധിച്ചതിൽ 36 സാമ്പിൾസിലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അത് ഗ്രീൻ പീസ് സൗത്ത് ഏഷ്യയാണ് അത് പരിശോധിച്ചത്. അപ്പോൾ 36 സോൾട്ട് സാമ്പിൾസിലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നുള്ള കാര്യം വളരെ നിശ്ചിതമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് റെയിൻ, നമ്മൾ ഫുഡ് കഴിക്കാതെ ജീവിക്കാന്ന് വെച്ചാൽ നമുക്ക് രക്ഷയില്ലാത്തൊരു ഒരു അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. വെള്ളത്തിലും പ്ലാസ്റ്റിക്സ് ആണ്. ഒന്നാമത് ഈ കടലിന്റെ സർഫസിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്സ് അന്തരീക്ഷത്തിലേക്ക് നീരാവിയായി പോയിട്ട് മഴ പെയ്യുമ്പോൾ അത് മഴയായിട്ട് പെയ്യുന്നുണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. വേറൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഡസ്റ്റ് ഉണ്ട്. ഈ ഡസ്റ്റ് നമ്മുടെ ഇപ്പോൾ റോഡിലുള്ളതാണെങ്കിലും ഇപ്പോൾ സിറ്റി ഡസ്റ്റ് എന്നാണ് പറയുന്നത്, അത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി അത് വളരെ പ്രിസ്റ്റീൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതിയ പല സ്ഥലങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിലുള്ള ഒരു സ്റ്റഡിയിൽ ഡെയിലി 1 സ്ക്വയർ മീറ്ററിൽ 365 പീസ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് വീണുകൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു വീടോ ഒന്നും തന്നെ ഇല്ല. ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വീടുകളോ ഇൻഡസ്ട്രിയൽ ഏരിയയോ കടകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആ ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ പോലെ ഇത്രയധികം പ്ലാസ്റ്റിക് ഒരു ദിവസം വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക്സ് ഇൻ ഡസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ചിലപ്പം മൈക്രോ പ്ലാസ്റ്റിക്സ് ശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ നമ്മള് പെയിന്റ് അടിക്കുന്നുണ്ട്, പെയിന്റ് അടിക്കുന്നതിൻ്റെ വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ്, ടയറിൽ നിന്നുള്ളത്, നമ്മുടെ ഡ്രസ്സിൽ നിന്നുള്ളത്, ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലോ അല്ല നിലത്തോ ഒക്കെ കിടപ്പുണ്ട്. അപ്പം വിൻഡ് ഇത് എടുത്തോണ്ട് പോവുകയും ഇത് 6 മാസം വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു തവണ ലോകം ചുറ്റി വരാൻ പറ്റും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം ഇവിടെ ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച പഠനങ്ങളിലൊക്കെ കിട്ടിയ പ്ലാസ്റ്റിക്സ് ഒന്നും ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല, സഹാറ മരുഭൂമിയിൽ നിന്ന് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 2010-14 കാലയളവിൽ 12 രാജ്യങ്ങളിൽ അവിടുത്തെ വീടുകളിൽ 286 സാമ്പിൾസ് ആണ് എടുത്തത്. 286 വീടുകളെടുത്ത് അവിടുന്ന് ആ വീടുകളുടെ ഉള്ളിലുള്ള ലിവിംഗ് റൂമിലുള്ള ഡസ്റ്റ് നമ്മൾ തൂത്തുവാരുമല്ലോ, അപ്പോൾ തൂത്തുവാരി എടുത്തു, വാക്വം ക്ലീനർ വെച്ചെടുത്തത്. ഇന്ത്യയിൽ നിന്ന് 33 സാമ്പിൾസ് ഉണ്ട്. ആ 286 സാമ്പിൾസും നമ്മൾ ആ 12 രാജ്യങ്ങൾ പറഞ്ഞു, ആ 12 രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് 286 സാമ്പിൾസിലും മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഒരു ശ്വസനം നമ്മൾ കൃത്യമായിട്ടൊരു രീതിയില്ല, കാരണം മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവാം. ഇപ്പൊ നമുക്കിപ്പോൾ കോവിഡ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മാസ്ക് വെച്ച് പുറത്തു പോകുന്ന കാര്യം നമുക്ക് ചിന്തിക്കാം, ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, എത്ര നേരം വെക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ മാസ്ക് വെക്കാതെ ഉള്ള ഒരു ജീവിതം തന്നെ, അതും വീടിനുള്ളിൽ പോലും സാധ്യമല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള പഠനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ മനുഷ്യരുടെ ലിവറിലും കിഡ്നിയിലും ലങ്സിലും ഒക്കെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മൾ ഇതിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ ടിഷ്യൂസിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെ കൂടുതൽ കാലം അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കും എന്നുള്ളതാണ് പഠനങ്ങൾ. അപ്പൊ ഇത് നമുക്ക് പുരുഷന്മാരിൽ മെയിനായിട്ടും വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ താലൈറ്റ്സ്, ബിസ്ഫെനോൾ എന്നൊക്കെ പറഞ്ഞുള്ള കെമിക്കൽസ് ഒക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും.
നമുക്ക് നെയറോ സിസ്റ്റത്തിനും പ്രശ്നം ഉണ്ടാകും. ക്യാൻസർ പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരുപാട് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പം ഈ തുണിക്കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും വന്നിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു പഠനം ഉണ്ടായിട്ടില്ല, നടന്നിട്ടില്ല. പക്ഷെ പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽസ്, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എഴുതാൻ നിന്നാൽ ഈ ഒരു സ്ലൈഡ് പോരാതെ വരും. ഒരു പ്രസന്റേഷൻ തന്നെ അതിന് വേണ്ടി എടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നമുക്ക്, അല്ലെ ശ്വസിക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഇല്ല എന്നൊരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് വേണം ചെയ്യാം. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല. ഈ പോളി എത്തിലിൻ, പോളിപ്രൊപ്പിലിൻ എന്ന് പറയുന്ന ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന 2 പ്ലാസ്റ്റിക്സ് ആണ് നോർമലായിട്ട് മൈക്രോ ബീഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ പേസ്റ്റിലൊക്കെ ഉണ്ടാവും, ഫേസ് വാഷിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം മേടിക്കാൻ. അപ്പം ഞാൻ ഇന്നലെ, ഇത് ഈ വർഷത്തെ തന്നെയാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, ഞാൻ ഇന്നലെ നോക്കിയതാണ്. കോൾഗേറ്റിന്റെ മാക്സ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ, കമ്പനീനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതല്ല, കോൾഗേറ്റിന്റെ മാക്സ് ഫ്രഷ് എന്ന് പറഞ്ഞൊരു ചെറിയ പേസ്റ്റാണിത്. ഇതിലടങ്ങിയിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇതിലുണ്ട്. അവർ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് ഉള്ള പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല, ദോഷമല്ലാതെ. അപ്പം നിങ്ങൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും അതിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഈ പേസ്റ്റ് വെച്ച് ഞാൻ പല്ല് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ് ആയിട്ട് മൈക്രോ പ്ലാസ്റ്റിക് ഇൻടേക്ക് ചെയ്യാണ്. അപ്പം ഞാൻ വാ കഴുകുമ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒക്കെ മണ്ണിലോട്ടോ അല്ലെ ജലാശയങ്ങളിലോട്ടോ ഒക്കെ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പിടി മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം വീടിൻ്റെ അടുത്ത് നമുക്ക് റോഡുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടയറിൽ നിന്ന് വന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ പറമ്പിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ പറമ്പിൽ പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്നും ഒരുപാട് കാലം നിൽക്കില്ല, അത് പൊടിഞ്ഞു പോകും. നമുക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്, അത് പൊടിഞ്ഞു പോകും. അത് പൊടിഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മുടെ പറമ്പിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ വളരെ ജൈവ രീതിയിലുള്ള കൃഷിയാണെന്നൊക്കെ പറഞ്ഞ് കഴിച്ചാലും അതിൽ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കണം. അപ്പം നമ്മൾ ഇനി ഏത് കാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോ പ്ലാസ്റ്റിക്സ് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് പ്രസ്റ്റീനായിട്ടുള്ള അത്രയും സ്ഥലത്ത് ഒരു സ്ക്വയർ മീറ്ററിൽ 300-ന് മേളിലുള്ള പ്ലാസ്റ്റിക് പീസസ് ഒരു ദിവസം വരണമെങ്കിൽ നമ്മൾ ഇത്തരം ടൗണിലോ അല്ലെങ്കിൽ വണ്ടികൾ ഓടുന്ന സ്ഥലത്തോ ഇത്തരം പ്ലാസ്റ്റിക്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ മണ്ണിലൊക്കെ ഉണ്ടെന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. 2017 ഇത് മൈക്രോ ബീഡ്സ് സെയിൽ ബാൻ ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ്. 2017 ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതും പ്രകാരം ഇന്ത്യയിൽ 2020 ജനുവരി 1 മൈക്രോ ബീഡ്സ് സെയിൽ, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ മൈക്രോ ബീഡ്സ് സെയിൽ നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു അറിവനുസരിച്ച്, ഞാൻ അന്വേഷിച്ചതനുസരിച്ച് ഇപ്പോഴും മൈക്രോ ബീഡ് സെയിൽസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളിലും മൈക്രോ ബീഡ് സെയിൽസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ച ഈ പേസ്റ്റ് ആണ് തന്നെ ഈ വർഷം മേടിച്ചാണെന്ന് എനിക്ക് ഉറപ്പില്ല, ഇവിടെ ഇരുന്നാണ്. അപ്പം ആ പേസ്റ്റിൽ തന്നെ മൈക്രോ ബീഡ്സ് ഉണ്ടെന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകണം. ഇതിനെതിരെ ഇറങ്ങാനാണ് തന്നെ നമുക്കിപ്പോൾ നിയമത്തിന്റെ ഒരു പിൻബലം ഉണ്ടെന്നുള്ളത് കൂടെ ഒരു കാര്യം, നമുക്ക് ഒരു ഫേവറാണത്. അപ്പൊ ഇതിന് നമുക്ക് എന്തൊക്കെയാണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക് തിരിച്ചെടുക്കാന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. കാരണം 5% മാത്രമാണ് നമ്മുടെ പ്രതലത്തിൽ കിടക്കുന്നത്. ഇത്രയും വലിയ സമുദ്രത്തിൽ നമ്മൾ നെറ്റിട്ട് പോയി എടുക്കാന്ന് വെച്ചാൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പോസിബിൾ ആണെങ്കിൽ തന്നെ നമുക്കൊരു 5% മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ കുറെ ആളുകൾക്കെങ്കിലും മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം പുതിയതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒഴിവാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സർക്കുലർ എക്കോണമിയിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. കാരണം നമ്മളിപ്പം മൈക്രോ പ്ലാസ്റ്റിക് ഡയറക്റ്റ് അല്ല കൺസ്യൂം ചെയ്യുന്നെങ്കിലും, ഞാൻ പറഞ്ഞു വലിയ വലിയ പ്ലാസ്റ്റിക്സ് ആണ് കൂടെ അത് ഡീഗ്രേഡ് ചെയ്ത് ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്സ് ആണുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം
നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വാങ്ങിക്കുക, അത് പിന്നെ ഒഴിവാക്കുക. ആ ഒരു രീതിയായിരിക്കും നമ്മൾ കൂടുതൽ ആളുകൾ. പക്ഷെ സർക്കുലർ എക്കോണമിയിലോട്ട് നമ്മൾ പോകേണ്ടത്. അതായത് നമ്മൾ ഒരു ഇപ്പം നമ്മളൊരു ലീനിയർ എക്കോണമി, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, അത് ഡിസ്കാർഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു എക്കോണമിയിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു സർക്കുലർ എക്കോണമിയിൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന റിസോഴ്സ് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ സാധനങ്ങൾ റീയൂസ് ചെയ്യുക, അല്ല റിപ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ പോസിബിൾ ആവും. പിന്നീടുള്ളത് EPR എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇപ്പം ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ പ്രൊഡ്യൂസേഴ്സോ അല്ല അവിടുത്തെ രാഷ്ട്ര തലവന്മാരോ ഒക്കെ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് നോക്കിയാൽ അവർ പറയാൻ പറ്റും, കടലിലേക്കുള്ള പ്ലാസ്റ്റിക്സ് അവർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഇനിയും വരും വർഷങ്ങളിൽ കൂട്ടാൻ പോവുകയാണ്. അവർ പറയുന്നത് കടലിലേക്കുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒഴുക്കുകൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്സ് കടലിലേക്ക് തള്ളപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. പക്ഷെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നോക്കിയ അവരാണ്, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളാണ് കൂടുതൽ കടലിലേക്കൊക്കെ തള്ളുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അവരുടെ വേസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വേസ്റ്റ് അവരിങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ചൈന ഇമ്പോർട്ടിങ് നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ അമേരിക്കയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ അറിഞ്ഞത് അവരുടെ വേസ്റ്റ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അവരപ്പോഴാണ് അറിഞ്ഞത്. അപ്പം നമ്മുടെ ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം മുമ്പൊക്കെ തന്നെ നമ്മൾ ഈ ഒരു രീതി അല്ലായിരുന്നു നമ്മൾ പോകുന്നു, കടയിൽ പോകുന്നു, അല്ലെ പേപ്പറിലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു, നമ്മുടെ തുണിസഞ്ചി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എണ്ണ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ കുപ്പി കൊണ്ടുപോകുന്നു. അങ്ങനെ പല രീതികളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സംസ്കാരത്തെ ഇവർ മാറ്റിയെടുത്താണ്. നമുക്ക് ചെറിയ സാഷയിൽ സാധനങ്ങൾ തരുന്നു, കുപ്പിയിൽ സാധനങ്ങൾ തരുന്നു, പ്ലാസ്റ്റിക് കവേഴ്സിൽ സാധനങ്ങൾ തരുന്നു. പക്ഷെ ഇതൊന്നും മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. കാരണം നമ്മൾ ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്ത് നോക്കുക, നമുക്ക് ലേസ് കഴിക്കുക, ചിപ്സ് പാക്കറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിന് 2 ലെയറാണുള്ളത്, 2 or 3 ലെയർ, മൾട്ടി ലെയർ എന്ന് പറയും. ഉള്ളിലൊരു സിൽവർ കോട്ടിങ്ങും പുറത്ത് നമുക്ക് കാണാൻ പറ്റും കളർഫുൾ ആയിട്ടുള്ള വേരും. അത് 2 കോട്ടിംഗ് ആണ്. അപ്പൊ അത് 2 or 3 മെറ്റീരിയൽ ആയതുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അത് ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ പൊടിച്ച് ടാറിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുറെയൊക്കെ അത് നമ്മുടെ കടലിലേക്കും ഒക്കെ പോകുന്നുണ്ടെന്നുള്ളത് വളരെ വസ്തുതയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ EPR എന്ന് പറഞ്ഞ പോളിസി എന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് അവര് ഈ ഒരു പ്ലാസ്റ്റിക്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക്സ് പ്രൊഡ്യൂസറിന് അവർ തന്നെ അത് മാനേജ് ചെയ്യണം. അതിനുള്ള ഒന്നെങ്കിൽ കാശ് തരിക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവർ തിരിച്ചെടുക്കുക. അപ്പൊ EPR നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ഈ പ്ലാസ്റ്റിക് തിരിച്ചെടുക്കുമ്പോൾ ഒന്നെങ്കിൽ അവര് ഇത് കൃത്യമായിട്ടുള്ള മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി അവർ ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇപ്പൊ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ ഒരു രീതി മറ്റേ വേറെ ഡിസൈൻ ആക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നിലവിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാമെന്നും അല്ലെങ്കിൽ ഉള്ള പ്ലാസ്റ്റിക് തന്നെ പിന്നെ ഉപയോഗിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ക്രൂഡ് ഓയിലിനെ നമ്മൾ എടുക്കുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഹലോ, ഇല്ല, ആരോ മൈക്ക് വീഡിയോ ഓൺ ആക്കി. പിന്നീടുള്ളതൊരു ക്ലീനപ്പ് എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മുടെ കടൽ തീരത്തോ അല്ലെങ്കിൽ നമ്മുടെ ബീച്ചിൽ ഞങ്ങളൊരു പ്ലാസ്റ്റിക് ലിറ്റർ സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ പ്ലാസ്റ്റിക് ലിറ്റർ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിന്റെ കടൽ തീരത്ത് 10 കിലോമീറ്റർ ഇന്റർവെല്ലിൽ പോയി അവിടെ ഉള്ള പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠനം നടത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 17 കോടി പ്ലാസ്റ്റിക് പീസസ് ആണ് നമ്മുടെ കേരളത്തിന്റെ കടൽ തീരത്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രതലത്തിൽ വിസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ എത്രത്തോളം പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതിൽ എത്രത്തോളം മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ 17 കോടി പ്ലാസ്റ്റിക്സ് എടുക്കണമെങ്കിൽ നമുക്ക് 17 കോടി ഹാൻഡ് പിക്സ് വേണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബാത്ത് ടബ് നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പൈപ്പ് ഓഫ് ആക്കുന്നതിന് പകരം നമ്മൾ ആ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കും തോറും ഈ ബാത്ത് ടബ് നിറഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ പൈപ്പ് ഓഫ് ആക്കണം. അതുപോലെ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ നിൽക്കാത്തടത്തോളം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാത്തടത്തോളം കാലം നമ്മൾ എത്ര ക്ലീനപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലോട്ടുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് വേസ്റ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല, നമ്മുടെ റിസോഴ്സസ് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോസ് ആൻഡ് പോളിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ
രൂപീകരിക്കേണ്ടതുണ്ട്. തണലിപ്പോൾ എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു, അതിനൊക്കെയുള്ള നമ്മൾ കുറച്ച് പൊസിഷൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 1-2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിത രീതി തുടരാം. നമുക്ക് കൊക്കക്കോള മേടിക്കാം, പെപ്സി മേടിക്കാം, എന്ത് വേണമെങ്കിലും മേടിക്കാം, അതിൻ്റെ കുപ്പി വലിച്ചെറിയാം. പക്ഷേ ഒരു 10-15 കൊല്ലം നമുക്കങ്ങനെ ജീവിക്കാം. അത് കഴിഞ്ഞ് നമുക്കങ്ങനെ എങ്ങനെ ജീവിക്കാം? നമ്മുടെ കിണറ്റിൽ മൊത്തം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. മാസ്ക് വെക്കാതെ വീടിനുള്ളിൽ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. കൃത്യമായിട്ടുള്ള ശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. നമുക്ക് ഒരു സാധനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. നിലവിലുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്. കടലിലുള്ള ഇപ്പം വലിയ സൈസിലുള്ള പ്ലാസ്റ്റിക്സ് ആണല്ലോ ഇപ്പോഴാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ആർക്കും ഇപ്പോൾ തന്നെ ഇല്ല. അപ്പം ഒരു വീഡിയോയുടെ കാണിച്ചു കഴിഞ്ഞ പ്രസന്റേഷൻ കഴിയുന്നതാണ്. താങ്ക് യു. ടോം ഷെയർ ചെയ്യുന്ന വീഡിയോ അല്ല, ഞാൻ ചെയ്യണോ? അതോ ചെയ്യും? ഞാൻ വേണം ചെയ്യാം. These are microbeads. ശബ്ദമില്ല, ഞാൻ ഷെയർ ചെയ്യുന്നു. More toxic than the water around it. Once in our waterways, they can eat like fish and fish. ടോമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഞാൻ 1-2 പോയിന്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതിൽ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഒരു അമേരിക്കയിൽ നടന്നൊരു പഠനം അനുസരിച്ച് അവിടുത്തെ ഒരു സിറ്റിസൺ ഫുഡിലൂടെ ഒരു വർഷം കഴിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് 54,000 അത് ശ്വസിക്കുന്നത് വരുമ്പോഴത്തേനും ഒരു 22,000-ഓളം മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഒരു വർഷം ശ്വസിക്കുന്നത്. ഒരു പൈപ്പ് വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ഒരു അമേരിക്കൻ സിറ്റിസൺ 4,000 പീസസ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരു വർഷം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കാര്യം വരുവാണുമ്പോൾ അത് 90,000 ആകും. 9,000 അല്ല, 90,000 പ്ലാസ്റ്റിക് പീസസ്, മൈക്രോ പ്ലാസ്റ്റിക് പീസസ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനാണ്, ഞാൻ വിട്ടുപോയ കാര്യമാണ്. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കും. താങ്ക് യു ടോം. എനിക്ക് തോന്നുന്നു ടോം പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനും വെള്ളം കുടിക്കാനും ഒന്നും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്.
അപ്പൊ നമ്മളുടെ അടുത്ത ജനറേഷൻ ഈ ഭൂമിയെ ഇതുപോലെയെങ്കിലും നമുക്ക് നിലനിർത്താൻ പറ്റുക എന്നുള്ളത് ഒരു എന്ത് ടാസ്ക് എന്ന് പറയാൻ എനിക്ക് അറിയില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി ഒരുപാട് സംഘടനകളും സർക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനം എവിടെ എത്തി, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ എത്തുന്നത്, എവിടെ എത്തും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ടോം നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ബാക്കി ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ടോം ഉത്തരം പറയും. അതല്ലെങ്കിൽ നമുക്ക് ബാക്കി ആൾക്കാരുണ്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട്, കണ്ണൂരിലുള്ള ബാക്കി പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരാണെങ്കിലും അതിനൊരു മറുപടി തരാൻ തയ്യാറായിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. ഒരു കാര്യം കൂടി മനോട്ടെ, those who can't understand Malayalam, I'm really sorry. This is actually Tom is able to present in Malayalam today. We can do an English presentation and webinar in English later. So I'm really sorry for those who couldn't understand. But I can do one thing, I can email you all the presentation and we can have a discussion. Okay, we can have a Zoom meeting and we can have a discussion. So sorry for that and thank you for all. Please, ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഹാൻഡ്സ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. Ma'am, good morning, ma'am. Am I audible, ma'am? Yeah. You're okay. Ma'am, I'm a teacher. Okay. I just have a doubt, ma'am. Actually, part of our project, we did this microplastics. We took this as a project and we just went forward. But what happened is that when we approached, actually I am a teacher in Kendriya Vidyalaya Payyanur. So when I approached the nearby all in Kannur and Kasaragod districts, some colleges and all, see just how we, for example, we came to know that even the toothpaste, even the dishwash, everywhere this microplastic presents are there. But how can we assess? I mean, how can we find out what is the experimental setup? How we can do it? Because once we are telling only to children that microplastics are there and it is harming and all, so but there must be something in front of us that we have to prove them. But when we approached, there was nothing related to that nearby our area. So I felt very sorry for that. But today when I got this topic that there is a webinar, I felt actually very happy also. Because somebody is doing something related to the topic. So it's wonderful. Okay, whether it is in Malayalam or English, that is not a matter. And ma'am, one more thing I'll suggest is that we are using all these, including from Coca-Cola, everything. Why we are using? We are made aware in the sense through our advertisement, through our media, that this is the best. Yes or no, ma'am? So advertisement and the media play a very big role. So what is my personal suggestion is that if you want to say something about microplastic, you want to make somebody aware of that, some way we have to collect fund and we have to make such an advertisement that this is not good for our body. Okay. Thank you so much for this. Because it's my suggestion, maybe a funny one, but I felt it. That way only we can change the mindset of our people. Otherwise, there is no chance. Like, for example, there are so many discussion about the fertilizers are there now in the vegetable and on all started washing at least the vegetables before using. We all are means 80 to 90% people are aware that the vegetables what we are getting from outside is not so good. That is just because of the mass media program. That is behind. So I think this microplastic also should be projected out. Then only this others will open their eyes, ma'am. Thank you. എനിക്ക് തോന്നുന്നു ധന്യ എന്നാ പേര് അല്ലേ? My name is Shiny, ma'am. Shiny. Okay. Thank you, Shiny. And I'll do one thing. I'll ask Tom to comment on this. Tom, can you please? നമുക്ക് മൈക്രോപ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കോഴിക്കോട് ഒരു ഗവൺമെന്റ് ലാബുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ള ലാബ്സും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വേറെ ലാബ്സിനെ കുറിച്ചൊന്നും ഇവിടെ നമുക്ക് സ്റ്റഡീസ് ചെയ്ത് ലാബ് ഫെസിലിറ്റി ഉള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ തണല് മൈക്രോപ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ചെയ്യാനുള്ള താല്പര്യപ്പെടുന്നുണ്ട്. നമ്മൾ പുതിയ പ്രൊജക്ട് പ്രപ്പോസലിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലാബ് സെറ്റപ്പ് ചെയ്യാനുള്ള
ഒരു മുന്നൊരുക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ, കേരളത്തിൽ നിന്നുള്ള കൂടുതൽ പഠനങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കും. ഒരു അടുത്ത വർഷത്തോടെ എന്തായാലും ഉണ്ടാവും. Thank you. Hey, good morning all. Hello. Yeah, good morning sir. Hello. കേൾക്കാമോ? കേൾക്കാം. എൻ്റെ പേര് സിജു എന്നാണ്. ഞാൻ എറണാകുളത്ത് സെന്റ് ആൽബർട്ട്സ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ സുഹൃത്ത് ശ്രീ രാജു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കാലിക പ്രാധാന്യമുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ശ്രീ ടോം ജോയ് നമ്മളെല്ലാരെയും കൊണ്ടുപോയത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇത്രയും പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പലരെയും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മളെല്ലാം പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നത് അത് മറ്റു പ്രശ്നങ്ങളാണെന്നോ, അത് ബയോഡിഗ്രേഡബിൾ അല്ല എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമാണ് നമ്മൾ എപ്പോഴും അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രമാത്രം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ ഒരു മാർഗമായിട്ട് പലപ്പോഴും റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് ടാറിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് റോഡ് ടാർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ ടയറെല്ലാം ഒരുപാട് പ്ലാസ്റ്റിക്സ്, മൈക്രോ പ്ലാസ്റ്റിക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു വ്യാപ്തി കൂട്ടാനായിട്ട് ഇത് സഹായിക്കില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ടാറിനൊപ്പം തന്നെ ഈ ടയറും ടാറും എല്ലാം കൂടെ ഇതിന്റെ ആ വ്യാപ്തി കൂട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇത് അതോറിറ്റീസിനെ അതൊന്ന് അറിയിക്കേണ്ട ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയിക്കണ്ടേ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതും. തണലതിന് മുൻകൈ എടുക്കണം. അത് മാത്രമല്ല ഈ തണലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കോളേജിനെ സഹകരിച്ച് ചെയ്യണമെന്നുണ്ട്. ഈ പറയുന്ന നേരത്തെ സംസാരിച്ച മാഡം പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു അവയർനെസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. പലരും എന്നെ പോലെ പലർക്കും ഇങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള അറിവ് വളരെ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ ചെറിയ ഫ്ലയേഴ്സോ അതുപോലെ ഉണ്ടാക്കിയിട്ട് അത് മാക്സിമം ഷെയർ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് അതിനെ കുറിച്ച് അറിയെങ്കിലും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യാനും ശ്രീ ടോമിനും അതുപോലെ തന്നെ ടണലിനും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്കും സഹകരിക്കണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇതേ വിഷയം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ശ്രീകുമാര മേനോൻ സാറും പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ഗവൺമെന്റ് is planning to use used plastics for constructing roads as part of sustainable development. But I feel that it might cause more harm as it can erode into microplastics. What's your opinion on this, and how can you contribute to your opinion as a professional? ടോമിന് സംസാരിക്കാം. അതിനുശേഷം എനിക്ക് തോന്നുന്നു രാജുവിനും ഇതിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഇനിയൊരു 20 മിനിറ്റ് സമയം കൂടിയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. നമ്മൾ പ്ലാസ്റ്റിക് പൊടിച്ച് നമ്മുടെ ടാറിൽ ചേർക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ലീച്ച് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് കെമിക്കൽസ് ലീച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ മൾട്ടി ലെയർ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ഒന്നും നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തുക, അത് ഉപയോഗിക്കുന്ന നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഇതിന്റെ ഉപയോഗം നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളൊക്കെ കുറെ കാലങ്ങളായിട്ട് നമ്മളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രാൻഡ് ഓഡിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, കമ്പനീസിന് അയച്ചു കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് എല്ലാവരും കൂടെ ആവശ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനൊരു പ്രശ്നം വളരെ ഗുരുതരമാണ്. സാർ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. രാജ്മാഷിന് ഇതിന് കൂടുതൽ പറയാനുണ്ടാവും ഇക്കാര്യത്തിൽ. എനിക്ക് ടോം പറഞ്ഞതിന് കൂടുതലായിട്ട് ആഡ് ചെയ്യാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മളുടെ മുന്നിൽ ഒരു വഴി നമ്മൾ കാണുന്നത് വേസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്ലാസ്റ്റിക്സ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇനിയും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ വേസ്റ്റ് ഉണ്ടായതിനു ശേഷം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മളുടെയും ഒക്കെ നമ്മൾ തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ അതാ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ
തയ്യാറാവാത്രത്തോളം കാലം ഇതിനൊരു മാറ്റം ഉണ്ടാകും, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. റോ ടാറിങ്ങിന് ഉപയോഗിക്കുന്നതിന് നമ്മൾ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം അത് 2 രീതിയിലാണ്. അത് ലീച്ചേഴ്സ് എന്ന് നേരത്തെ ടോം പറഞ്ഞു. അത് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അത് ഒരുക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കെമിക്കൽസിന്റെ കോമ്പിനേഷനാണ്. നമ്മൾ ഈ പറയുന്ന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഷ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. ക്ലീൻ കേരള കമ്പനിയൊക്കെ അത് ഇത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അവരെടുത്തതിന് ശേഷം അത് ടാറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സിമെന്റ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്, കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആശങ്കകളിൽ ഒരു ആശങ്കയായിരുന്നു, ഇതൊക്കെ പൊടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും ഒരവസ്ഥ, അത് മണ്ണിലും വെള്ളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അന്ന് മുതലേ ചർച്ചകളുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനത്തിലും ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവുകയാണ്. അന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ തന്നെയും കുറേശ്ശെയായിട്ട് അത് പൊടിഞ്ഞ് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് മാറിയിട്ടത് നമുക്ക് ചുറ്റും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ടോം നേരത്തെ പ്രസന്റ് ചെയ്തപ്പോഴും പറഞ്ഞു, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മനുഷ്യനെ ഏത് രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് ഇനിയും പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നാളും കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മൾ ഇനിയെങ്കിലും ആ ഒരു ചിന്താഗതിയിലൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. മാലിന്യങ്ങൾ ഉണ്ടായതിനു ശേഷം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് മാലിന്യങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ചിന്തയിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്ത മാറുമ്പോൾ നമുക്ക് ഉത്തരങ്ങളും പതുക്കെ തെളിഞ്ഞു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളല്ലാതെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പറയാം. നിങ്ങളുടെ ആകുലതകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കും. പലർക്കും പുതിയ വിഷയമായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ കേൾക്കാം, പ്ലീസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്റെ ഒരു നാച്ചുറൽ ഡൗട്ടാണ്, മണ്ടത്തരമാണെങ്കിൽ ക്ഷമിക്കുക മാം. എനിക്കിതിനെ പറ്റി വലിയ ഒരു അങ്ങനെ സ്ട്രോങ് എവിഡൻസ് ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. എങ്കിലും എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ വിച്ച് ക്യാൻ ഡീഗ്രേഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കാരണം ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഡീഗ്രേഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ ഇതിന്റെ ദൂഷ്യാവസ്ഥകളൊക്കെ നമ്മൾ അറിഞ്ഞു, അപ്പൊ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കൺട്രോളബിൾ മെഷേഴ്സ് വേണമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മൈക്രോബയോളജി ആഡ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് നടന്നതായോ, അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആയതായോ എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ? അതെ, ഞാൻ പറഞ്ഞു, എനിക്കിത് തോന്നിയതാണ്. കാരണം ഞാൻ ബാക്ടീരിയ ഇത് പലരും ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. ടോമും അർജുനും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനെ കുറിച്ച് അറിയാവുന്ന എന്താണെന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടോപ്പിക്കിനെ സംബന്ധിച്ചൊരു വെബിനാർ കൂടിയിരുന്നു. അപ്പൊ അതിൽ അവര് പറഞ്ഞത്, നമുക്ക് ഏകദേശം 42-ൽ കൂടുതൽ പോളിമേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ബാക്ടീരിയ വെച്ച് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന 1-2 പോളിമേഴ്സ് ആകെ ഉള്ളൂ. അതും നമുക്ക് മൊത്തം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കും അറിയില്ല. ഈ ഒരു വിവരമാണ് എനിക്കുള്ളത്. രാജു എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നു, എന്റെ പേര് ജയകുമാർ എന്നാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു റെസ്പോൺസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സാധാരണയായിട്ട് ഓയിൽ സ്പില്ലുള്ള സമയത്തും അതുമാതിരി ഒരു ഹോമോജിനസ് മെറ്റീരിയൽ, നേരത്തെ ടോം പറഞ്ഞൊരു കാര്യമുള്ളത്, പലതരത്തിലുള്ള മോളിക്യൂൾസ് വരുമ്പോഴാണ് നമുക്ക് ബാക്ടീരിയ ഡീഗ്രഡേഷനും പറ്റാത്തൊരു സാധനമുള്ളത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖല അതാണ്, ബാക്ടീരിയൽ ഡീഗ്രഡേഷന്റെ പോസിബിലിറ്റി എന്താണെന്നുള്ളത്. പക്ഷെ നമുക്കതില് ഒരു ഹോമോജിനസ് മോണോമേഴ്സ് അല്ലെങ്കിൽ ഹോമോജിനസ് പോളിമർ ആണെങ്കിൽ അത് പോസിബിൾ ആണ്. അതേ അവസരത്തിൽ
അതിൻ്റെ അകത്ത് ഇപ്പോ നമ്മള് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുള്ളത്, നമ്മള് ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക് കഷ്ണം എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു PVC ചെയറിന്റെ പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു PVC ചെയർ എന്ന് പറയുന്നത് ഏകദേശം 1500 തൊട്ട് 2400 വരെ വ്യത്യസ്ത മോളിക്യൂൾസ് ഉള്ളതാണ്. അതിൽ ചിലത് കീടനാശിനികൾ ഉൾപ്പെടെയുള്ളതാണ്. അപ്പൊ നമ്മള് അതിനെ നമുക്ക് ഒരു ബാക്ടീരിയൽ കൾച്ചറിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, കാരണം ഇത്രയധികം മോളിക്യൂൾസ് ആയതുകൊണ്ട്. അതേ അവസരത്തിൽ നമുക്കൊരു ഓയിൽ സ്പില്ലിന്റെ ഇത് വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ചില മോളിക്യൂൾസ് ഇപ്പം പോളിപ്രൊപ്പലീൻ ഒക്കെ വരുമ്പോഴേക്കും അതിൽ കളേഴ്സ് ഇല്ലാത്ത മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. തിയറിറ്റിക്കലി ഇപ്പൊ നമ്മൾ അത്രയും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മിക്സഡ് സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഇതിന് വല്ലാത്തൊരു സ്ട്രെസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനീഷ്യൽ പല റിസർച്ചിലും പറയുന്നത്. ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് കുട്ടി പറഞ്ഞതുപോലെ, ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴതിൽ കമേഴ്സ്യൽ സക്സസ് ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള നല്ലൊരു ഓയിൽ സ്പില്ല് മഡഗാസ്കറിന് മൗറീഷ്യസിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പക്ഷെ അവിടെയും നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ മെത്തേഡായിട്ടുള്ള ക്ലീനിങ് അപ്പ് അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ UAE-ലും ഈ ഓയിൽ വെൽസിലും ഒക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു വർക്കാണ് കുട്ടി പറഞ്ഞ റിഡക്ഷന്റെ കാര്യമുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫോസിൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ വർക്ക് പ്ലാസ്റ്റിക്കിലും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും കമേഴ്സ്യലി അല്ലെങ്കിൽ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ കമ്പനികൾക്കോ സ്വീകാര്യമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ സാധനങ്ങൾ നമ്മുടെ മുന്നിൽ മൈക്രോ ബാക്ടീരിയൽ മാനേജ്മെന്റിലും ലഭ്യമായിട്ടില്ല. Thank you so much, ma'am. Thank you. Thank you, Jimmy. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കൊരു 10 മിനിറ്റ് കൂടി സമയമുണ്ട്. അതിനിടയിൽ ഞാനൊരു നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു കുറെ അധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. GK ജൂനിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ ബിജുമോൻ ജോസഫ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, പ്രോഡക്ട്സ് ലേബിൾ വിത്ത് ദ പ്രസൻസ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആർ നോട്ട് ബാൻഡ്. വാട്ട് ഇസ് ദ റീസൺ? വൈ കാൻറ്റ് വി മൂവ് ലീഗൽ? ഇതിനെ കുറിച്ച് എന്തെങ്കിലും രാജുവിന് പറയാനുണ്ടോ? ബാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്ത്യയില്. ഞാൻ സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട് 2020 ജനുവരി 1 തൊട്ട് മൈക്രോ പ്ലാസ്റ്റിക് ഉള്ള പ്രൊഡക്ട്സിന്റെ സെയില് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായിട്ട് പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോഴും സെയിൽ ചെയ്യണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിച്ച് നമുക്ക് ലീഗലായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എനിക്കിതൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ നമ്മളിനി ആ മേഖലയിലോട്ട് കടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സിൽ ഏതൊക്കെ പ്രൊഡക്ട്സിലാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഒരു ലിസ്റ്റ് തരുമോ, നമ്മളോട് പറയുകയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. രാജുമാഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? രാജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ. പ്ലീസ്. ഹലോ. പറയൂ. നമ്മളിപ്പോ ഈ വെബിനാർ കൂടുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ്. ഇത്തരം കാര്യങ്ങളെ പറ്റി അവബോധമുള്ളവരും അതേപ്പറ്റി ആലോചിക്കുന്നവരും ഒക്കെ. പക്ഷെ നമ്മള് ഒരുപാട് കോടി ജനങ്ങള് നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ മറ്റു നഗരപ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഇതൊന്നും അറിയാതെ പ്ലാസ്റ്റിക് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നു, അല്ലെ വലിയ വലിയ കമ്പനികൾ തരുന്നു, അത് ഞങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്താ അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് അറിവില്ലാതെ ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്, ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിന് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികളിൽ നിന്ന് കുറച്ചും കൂടി ജനകീയമായിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ വരെ എത്തുന്ന രീതിയിലുള്ള വളരെ വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് അവബോധ പ്രവർത്തനങ്ങൾ നമ്മൾ കുറച്ചും കൂടെ വൈഡ് ആക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് കുറച്ചുകൊണ്ട് വരാവുന്ന ഒരു രീതിയിലേക്ക് വരും, അതിന്റെ അളവ് കുറയുന്ന രീതിയിലേക്ക്. അങ്ങനെ വന്നിട്ട് പിന്നീട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയുള്ള അവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വലിയ വലിയ നീക്കങ്ങളിലേക്ക് കൂടുതൽ ബാനുകളൊക്കെ ഏർപ്പെടുത്താനൊക്കെ അന്നേരം നമുക്ക് കഴിഞ്ഞെന്ന് വരും. അല്ല നമ്മളിപ്പോ ഈ ഒരു ഹയർ ലെവലിൽ ഇത് ചിന്തിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് താഴെത്തട്ടിലേക്ക് അത് എത്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പൊ അവരെ കൂടെ ഇതിനകത്ത് ഇതിന്റെ ദോഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ ഒരു മാറ്റം വരുന്ന ഒരവസ്ഥ സംജാതമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ വലിയ വിജയമായിരിക്കും എന്ന് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ജോസഫ് പറഞ്ഞ വളരെ വലിയ കാര്യമാണ്. അതിന് തണലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തണലിന്റെ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ആളുകളുടെ ഇടയിലും അതേപോലെ പോളിസി ലെവലിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ടോം അതിനെ കുറിച്ച് എന്തോ പറയാമോ? ടോം പ്ലീസ്.
ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ കേരളത്തിൻ്റെ തീരദേശ ജില്ലകളിൽ 9 ജില്ലകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായും കടൽ തീരത്തെ ഉദ്ദേശിച്ചല്ല അങ്ങോട്ട് പോകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒഴുക്ക് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ഗ്രൂപ്പ് രൂപീകരിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ പോരാ, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ അവയർനെസ് കൊടുക്കാനായിട്ടും ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നയിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വരും വർഷങ്ങളിലും നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. സാർ ഒരു കാര്യം കൂടെ, നമ്മളിതൊരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് കരുതിയിട്ടുള്ളൂ. കാരണം ഇതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര ആളുകൾക്ക് ഈ ഒരു വിഷയത്തിന്റെ അപകടം മനസ്സിലായിട്ടുണ്ടെന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ഇതിന് തുടക്കം ആയിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ വെബിനാറുകളാണെങ്കിലും ചർച്ചകളാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾ എല്ലാവരും അതിന്റെ പാർട്ടായിട്ട് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യേറ്റീവിന്റെ കാര്യമാണ് ടോം പറഞ്ഞത്, പ്ലാസ്റ്റിക് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വോളണ്ടിയേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അതിന്റെ ഒരു ലോഞ്ച് നമ്മൾ ചെയ്തിരുന്നു. ഈ വർഷം കൂടുതൽ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു രാജു. ഇനി ആരെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനോ ചോദിക്കാനുണ്ടോ? ഹലോ, ഇല്ല. സംഗീത ഒരു കാര്യമുള്ളത്, ആ ചാറ്റ് ബോക്സ് ഒന്നും കൂടെ നോക്കണം. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് അഭിപ്രായങ്ങൾ. ചോദ്യങ്ങളല്ല, JK ജൂനിയർ അദ്ദേഹം ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. How to detox from plastics. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് കേൾക്കുന്നത് നല്ലതാണ്. Keep your home clean and vacuum regularly. Filter tap water. Always avoid artificial fragrances. Stay away from warm or hot plastics. Don't even breathe near them. Avoid canned food as much as possible. Avoid conventional personal care products like shampoos, soaps, moisturizers, makeup. Avoid conventional non-organic produce. Pesticides and herbicides have plastic residues. Cook your own food using whole food ingredients. Purchase food like cereals, pasta and rice from bulk bins and fill in a reusable bag or container. Use paper or your own reusable shopping bags, bulk goods bags, and bring your own mesh reduce bags. Focus on products that are not wrapped or otherwise packed in plastic when you're doing your groceries. Don't use soaps, creams, and toothpaste or detergents that contain microplastic particles such as scrub, banned in Europe as of September 2018. Review your seafood intake, especially mussels, and who seem to accumulate significant amount of plastics. Thank you so much, GK Junior. Thank you so much. Though the Bureau of Indian Standards banned the use of microbeads in cosmetics in October 2017, it will only be implemented in 2020. This means that for 2 more years, tons of plastic grains measuring anywhere between 1 and 5 micrometers will be used unchecked in cosmetics, creams and soaps. സത്യമാണ്. ഇത് സർക്കാരിന് അറിയാത്ത കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഈ GK ജൂനിയർ അദ്ദേഹം ആരാണെന്നൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. Hello. Yeah, this is Praveen Singh. Yeah, please. I wanted to ask, how can we stop this plastic pollution? That's a very big question. I think Raju, you can answer that. Okay. That is a very good question. I think all over the world we are asking this question. But what we also happen to see is the total quantity of plastic in the world. If we divide before 2000 and after 2000, more than 60% is produced in the last 20 years, which means there is a lot of push for the plastic production. And if you are from Kerala, you will also realize there is this gas pipeline, the new development initiative in Kerala which connects, and there is also this
Kochi, Coimbatore chemical corridor and a whole bunch of other development. And generally we see plastic production as a development kind of an idea. So most of these gas pipelines, and it comes from, like, if you look at, if you turn it around, that question, like all of us worry about increase of price of LPG in India or natural gas in India. Nearly 5% of the national production of LPG is converted into polyethylene bags, that our plastic carry bags which we carry around, and we use once and throw it out. But for some reason, the plastic industry has a huge say in the policy making in the country. One of the largest plastic producer in the country is, for example, Reliance. So you can see how much influence it has on the government policies. So that is one of the major reasons where we are stuck with this forcible kind of use of plastics. And to compare a very simple example, if you look at a conventional chair which is made of steel or wood or any other natural material, it will cost around 1,500 plus above in whatever flavors you go for. But if you go for a plastic chair, you can guess, you start getting a plastic chair from something like 600 to again going up. And the 600 rupee plastic chair comes with a 300% subsidy from the government of India. And the 1,600 or 1,500 chair, wooden chair comes without any subsidy from the government. So one of the reasons why we see a lot of plastic around is because the government policies subsidize plastic production and plastic use in packaging. Earlier, we had a rule in India where commodities should be packed in gunny bags, meaning jute bags. So the government relaxed it in the first place, saying that 10% packaging can be converted into plastic sacks. Now it has become, that restriction has totally taken off. So meaning all the grain packaging in India can be fully plastic sacks. So on just behind us, many of these policy changes happened, and what we see thrown around in the roadsides or washed off in the beach or and wherever you see plastic dumped, it is primarily because the policy which encourages and subsidizes the use of plastic. So from that down to as the GK Junior, who said a lot about personal choices and personal decision making, we need both. We need the national level policy changes, we need the individual choices changes, and there is no in between kind of an option for solving this. And also you can see the plastic industry is trying to make a huge kind of a killing by using COVID. There is no need for any personal protective equipment for a person who gets into a bakery to eat anything. In Trivandrum, if you go to one of the popular brand here, they force you to use plastic gloves and plastic personal protective equipments to get into the shop. And that is a kind of a schizophrenia we are in now. But this is very convincingly used by the plastic industry to advance their game plan. So there is a whole bunch of what you call corporate push and interest in seeing all the plastic around us. So that is a much larger question. But I think the good news is there is also a global counterweight happening. There is Break Free from Plastic, BFFP, which is now almost 4-year-old and which is making huge impacts. And 2018 we had the UN facilitated meeting in Bali where nearly 20 million US dollars were committed for keeping the oceans clean. Now the Basel Convention is investing on plastic management and awareness creation against plastic. So there is a lot coming, but personally we will say that it is much shorter than what is required. Thank you for the question, and I think it is a very serious question which all of us need to ask. ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞത്. മലയാളത്തിൽ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. Thanks for the answer. Thank you, Jaykumar sir. We have reached നമ്മുടെ ടൈം ലിമിറ്റ് 1 hour എന്നുള്ള ടൈം ലിമിറ്റ് 11:30 ആയി.
GK ജൂനിയർ താങ്കള് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പ്ലീസ് സർ. ഒരുപാട് ലേറ്റ് ആയി പോയി. ഞാൻ ഉറക്കൊഴിച്ചപ്പോ ഒരു 10:54 അപ്പം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം എല്ലാരും പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു തുടക്കത്തിലെ. അപ്പൊ ഞാനിവിടെ വന്നത് നമ്മുടെ ഡോക്ടർ നിഷാദ് അദ്ദേഹം ക്ഷണിച്ചിട്ടാണ്. സ്വദേശം വർക്കാണ്. അപ്പോൾ പ്രസന്റ്ലി ഇപ്പം ആയിട്ട് ജോബ് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് കാരണം ടൂറിസം ഡെവലപ്പർ എല്ലാം ഡള്ളായത് കാരണം ഇപ്പം ജോബില്ല, വീട്ടിലാണ്. പൊതുവെ ഒരു നമുക്കൊരു എൻവയോൺമെന്റൽ കൺസർവേഷൻ ഓർഗനൈസേഷൻ ഉണ്ട് വർക്കലയിൽ, സേനോ പ്ലാസ്റ്റിക് എന്നാണ് പേര്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു 11 ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ മാസവും ഓരോ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വർഷമായിട്ട് ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ നമ്മളൊരു 10 ടണ്ണോളം പ്ലാസ്റ്റിക് ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് വർക്കല ബീച്ചിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് മാത്രമാണ്. അതിൽ മൈക്രോ പ്ലാസ്റ്റിക് മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം മണ്ണാണ്. മണ്ണിലൂടെ നമുക്ക് നല്ലൊരു അതോടൊപ്പം നമ്മൾ ഈ എടുക്കുന്ന വേസ്റ്റ് ഒരുമിച്ച് എടുക്കുന്നു. നോൺ ബയോഡിഗ്രേഡബിൾ പിന്നെ പ്ലാസ്റ്റിക് അത് നമ്മൾ പിന്നെ എടുത്ത് മാറ്റിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ഒരുപാട് പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്, സ്ക്വാഡ് മെമ്പേഴ്സ് ഉണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച് ഇത്രയും വിവരങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന്. അപ്പോ താങ്ക് യു. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ പറഞ്ഞതെല്ലാം കേട്ടു. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നേരിടും എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ചെറിയ എൻ്റെ ഒരു തോന്നലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ സമർപ്പിച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വെബിനാറോട് അവസാനിക്കാം. ഒന്ന്, നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും അതിൽ മൈക്രോബീഡ്സ് ഉണ്ടോ. ഇപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൽ എന്തൊക്കെ കെമിക്കൽസ് ആണുള്ളത്, മൈക്രോബീഡ്സ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി വാങ്ങിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാക്കുക. അത് നമുക്ക് ഏത് മനുഷ്യനും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, ഉപയോഗം പരമാവധി കുറയ്ക്കുക. പുറത്തു പോകുമ്പോൾ ഒരു സഞ്ചിയോ എന്തെങ്കിലും കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഉത്തരം. അതേപോലെ തന്നെ വലിച്ചെറിയാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെയെങ്കിലും ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റും. വന്നു പോയതിനെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് കുറെ കൂടി വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനൊരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനൊന്ന് ഉത്തരം പറയുന്നത്, ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ടോം, താങ്ക് യു ജയകുമാർ സർ, ആൻഡ് താങ്ക് യു രാജു. താങ്ക് യു ഓൾ. താങ്ക് യു. ഐ തിങ്ക് ഇതൊരു എന്താ പറയുക തുടക്കമാണ്. എല്ലാ ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വെബിനാറുകൾ നമ്മൾ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും നമ്മളുടെ ഫേസ്ബുക്ക് പേജും പ്ലാസ്റ്റിക് ടാസ്ക് ഫോഴ്സിന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഇത് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ചെയ്യാം, zerowaste@tanel.co.in എന്നുള്ള മെയിൽ ഐഡിയിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും അറിയിക്കാം. അടുത്തൊരു വിഷയവുമായിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.